വിദ്യാലയത്തിന്റെ 97ാം വിദ്യാലയം ഈ അധ്യയന വർഷം സാക്ഷ്യം വഹിച്ചു. എൻ സൈതാലി രാജ്യ അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LSS ജേതാവ് അർച്ചന മണികണ്ഠനെ വളരെ സ്നേഹത്തോടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അവരോട് നിൽക്കേണ്ടത് അതുപോലെ നിൽക്കാൻ കഴിവുള്ള അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളുള്ളത്. ഇവിടെ നമ്മുടെ സെക്രട്ടറി ടീച്ചർ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആരെയും വിട്ടു പോകാതെ വീണ്ടും തിരിഞ്ഞു നോക്കി എല്ലാവരെയും ഓർത്തെടുത്തുകൊണ്ട് സ്വാഗതം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇവിടെ വരുമ്പോൾ ഈ ടീച്ചർമാരെ ഒക്കെ നമുക്ക് നല്ല സ്വീകരണം, അത് നമ്മുടെ ജിബിൻ മാഷയുടെ സ്കൂളിൽ വരുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളാണ് പറയാനുള്ളത്. പക്ഷെ നമുക്ക് 1928 മുതൽ ഒരു പരിപൂർണ LP സ്കൂൾ ശ്രീ പഴയടത്തൂർ നാരായണൻ നമ്പൂതിരിയാണ്. പൂർവ്വ വിദ്യാർത്ഥിയും കലാകാരിയുമായ റുമാന അമ്പാട്ട് നയിച്ച ആർട്ട് വർക്ക്ഷോപ്പ്, സ്പോർട്സ് ദിനത്തിൽ സ്കൂളിൽ സ്പെഷ്യൽ ഫുഡ് സ്പോൺസർ ചെയ്ത ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് സഫ്വാൻ, വിദ്യാലയത്തിലേക്ക് 32 ഇനം ഔഷധ സസ്യങ്ങൾ സംഭാവന ചെയ്ത ശ്രീമതി സുസ്മിത ടീച്ചർ, ഗ്രോ ബാഗ് സ്പോൺസർ ചെയ്ത വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു മാത്യു, വിദ്യാലയത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ സ്പോൺസർ ചെയ്ത മഹത് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അക്ഷയ ആക്കപ്പറമ്പിന്റെ സഹകരണത്തോടെ ഓണത്തിന് ലഭിച്ച ചെണ്ടുമല്ലി ചെടികൾ, പ്രവേശനം വേദിയിലുള്ള എന്റെ ഗുരുസ്ഥാനി ഈ വിദ്യാലയത്തിൽ ഒരു വർഷം നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അത് വളരെ ഡിജിറ്റലായി മനോഹരമായി കൗതുകം തോന്നുന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചത്. അതിൽ പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പ്രധാനികളായിട്ടും മറ്റുള്ളവർക്കൊക്കെ സഹായം ഉണ്ടാവും. എന്തായാലും എനിക്ക് എടുത്തു പറയാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. രാധിക ടീച്ചറിന്റെ മനോഹരമായ ശബ്ദം, ജിബിൻ മാഷറുടെ സാങ്കേതിക വിദ്യ, വളരെ കൃത്യമായി ഒരു മനോഹരമായ ഡോക്യുമെന്ററി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വളരെ നല്ല ഒരു റിപ്പോർട്ടിംഗ് ഈ വർഷം നടന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ഓരോ വിദ്യാലയവും ഇതിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താം. നമ്മുടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണ്. കുട്ടികൾക്ക് എന്തെല്ലാമാണോ നൽകാൻ കഴിയുക, എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അക്ഷരം പഠിക്കുകയും എഴുതാനും വായിക്കാനും പഠിക്കുകയും അല്ല. അതിനപ്പുറം ഈ ആധുനിക കാലത്തിന്റെ എല്ലാ തരം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ വിദ്യാലയം വളരെ പ്രതീക്ഷയോടെയാണ് പെരിന്തൽമണ്ണയുടെ VPC എന്ന നിലയ്ക്ക് ഞാൻ നോക്കിക്കാണുന്നത്. അടുത്ത വർഷം നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം എന്താണെന്ന് പറഞ്ഞാണ് വിളിച്ചതെങ്കിൽ കൂടുതലൊന്നും സംസാരിച്ച് ഞാൻ സമയം കളയും. സന്തോഷ നിമിഷങ്ങളിലാണ് നമ്മൾ ഒത്തുകൂടിയത്. മനസ്സ് കാഴ്ച മുൻ മാനേജർ, അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങൾ ഉണ്ടാകുക. ഈ 2 കാര്യങ്ങളും അടുത്ത അധ്യയന വർഷം മുതൽ ഇവിടെ നടപ്പാക്കാൻ പൂന്താന സ്മാരക സമിതി പദ്ധതി തയ്യാറാക്കിയവരും അറിയിക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രധാന കുറവായിരുന്നു കളിക്കാനില്ല എന്നത്. ഡിസംബർ 31 സ്കൂൾ ഏറ്റെടുത്ത് 15 ദിവസത്തിനകം നല്ലൊരു ലെവലിൽ ഈ സ്കൂളിൽ ഈ നമ്മുടെ ഉദ്ദേശം നമ്മുടെ പിഞ്ചു മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. അവർ വന്നാൽ അവിടെ കളിക്കുമ്പോൾ തന്നെ അവർ ഉല്ലസിക്കാൻ കഴിയും. അതിന് മനോഹരമായ പാർക്ക് കൂടി നമുക്ക് ഉണ്ടാകാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല. ഈ വിദ്യാലയത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും അയക്കണം. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ പൂന്താന സ്മാരകത്തിൽ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകാൻ സമിതി കൂടിയാൽ തയ്യാറാവുകയാണ്. എനിക്ക് കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സേവന പുരസ്കാരം ലഭിക്കുകയുണ്ടായിരുന്നു. ഞാൻ പഠിച്ച വിദ്യാലയമാണിത്. ഈ വിദ്യാലയത്തിലെ സ്റ്റാഫ് ഒരു പുരസ്കാരം നൽകി എന്നെ ആദരിക്കാൻ തീരുമാനിച്ച് എനിക്കുള്ള സന്തോഷവും കടപ്പാടും കഴിച്ചുകൊണ്ട് വാർത്ത ചെയ്യുന്നു. നമസ്കാരം.
സ്റ്റാൻഡേർഡ് 3 ഉയർന്ന മാർക്ക് വാങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടുതൽ ഉയരങ്ങൾ കയറാൻ ദൈവാനുഗ്രഹമുണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും ചെയ്യുന്നു. ഇയാസ് എ ഉണ്ട്. പക്ഷെ അവർക്ക് കിടപ്പ് രോഗികളെ പോലെ അവരുടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് 85 വയസ്സായി. ഇവിടെ അനിയേട്ടൻ പറഞ്ഞതുമാതിരി വീടുകളിൽ പ്രത്യേക രോഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം ഒന്ന് തൊണ്ടവേദനയാണ്, സർക്കപ്പ് പോകും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്നും എല്ലാ പരിപാടികളും ക്ഷണിച്ചിരുന്ന പ്രമീള ടീച്ചറാണ്. പ്രമീള ടീച്ചറെ നേരത്തോടു കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് ഓരോ കാര്യത്തിനും ഈ സ്കൂളിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും വിളിക്കാനും ബന്ധപ്പെടാനും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ള ജീവൻ മാസ്റ്റർ, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ജീവൻ മാസ്റ്റർ, ടീച്ചർ, മറ്റ് അധ്യാപകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. നമ്മളൊരു ക്യാമ്പസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അതിലൊരു ഭാഗം പറയുകയുണ്ടായി. ഇന്ത്യയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇൻ്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തുന്നു. ഞാനിവിടുത്തെ ഡിജിറ്റൽ റിപ്പോർട്ട് അവതരണം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യം മാത്രം പങ്കുവച്ചു. എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന് ലോകത്തിന് കേരളം മാതൃകയാകുന്നത് എന്നുള്ളൊരു തെളിവാണ്. ഇന്ത്യയിലെ എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും ഇന്റർനെറ്റ് ഏർപ്പെടുത്തുമെന്ന് ബജറ്റിൽ പറയുന്നു. കേരളത്തിൽ ഏറ്റവും പ്രാഥമികമായ LP സ്കൂളിൽ പോലും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഡിജിറ്റലൈസേഷനും നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ മാതൃക. ആ മാതൃകയോടൊപ്പം നിൽക്കാൻ ഇന്ന് പൂന്താന സ്മാരക LP സ്കൂളിനും കഴിയുന്നു എന്നുള്ളത് അഭിമാന നിമിഷത്തിലാണ് ഈ വാർഷികോത്സവ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇനിയും ഒരുപാട് മുന്നേറ്റം നമുക്ക് നടത്തേണ്ടതുണ്ട്. അക്കാദമിക് രംഗത്ത് മറ്റിതര മേഖലകളിലുമെല്ലാം മുന്നേറ്റം നടത്തണം. പൂന്താന സ്മാരക സമിതിയുടെ ഒരു പ്രവൃത്തി എന്ന നിലയിൽ ഈ സമിതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഭാഗമാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി ഞങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിനർത്ഥം ഈ വിദ്യാലയം എന്ന് പറയുന്നത് ഈ നാടിന്റെ പൊതുവായ ഒരു സ്വത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സ്നേഹിക്കാൻ, ഇതിനെ വളർത്താൻ ഈ നാട്ടിലെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ അക്കാദമിക് നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പരിശ്രമം ഉണ്ടാകും. അതിനൊപ്പം നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു വർഷം കൊണ്ട് ഈ സബ്ജില്ലയ്ക്കകത്ത് ഏറ്റവും മികച്ച LP സ്കൂൾ എന്ന നിലവാരത്തിലേക്ക് അടുത്ത അധ്യയന വർഷത്തിന്റെ വാർഷികാഘോഷവേളയിലെ റിപ്പോർട്ടിൽ സ്ഥാനം പിടിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള പിന്തുണയും സഹകരണവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. പൂന്താന സ്മാരക സമിതി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ അവസരത്തിൽ ചെയ്യുമെന്ന ഉറപ്പ് ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. വിദ്യാർത്ഥികളെ 97ാം വാർഷികം പരിപാടികൾ നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പൂന്താന സ്മാരക സമിതിയും മാനേജ്മെന്റും തയ്യാറാണ്. ഒറ്റ കാര്യമാണുള്ളൂ, നമ്മുടെ ഈ പ്രദേശത്തെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ഈ 2 സ്കൂളുകളിലായി വിന്യസിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിന് നാട്ടുകാരുടെ സപ്പോർട്ട് വേണം. അപ്പൊ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകൾ വേണ്ടത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള
മറ്റു സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം നടത്തണം. നമ്മുടെ മെമ്പർ ബിന്ദു മാത്യു